ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തിന് കുറച്ചപ്പുറത്ത് ചെമ്പഴന്തിയിൽ ജനിച്ച് ശിവഗിരിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്ത ഒരു മഹാത്മാവിൻ സമാധിയായ ദിവസമാണ്. ശ്രീ നാരായണ ഗുരുദേവൻ്റെ 98ാമത് സമാധി ദിനമാണ്. എന്താ ഈ സമാധി എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും ഇവിടെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഭാവത്തിൽ നിന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി നിരന്തരമായിട്ട് അതിൽ സ്ഥിതി ചെയ്യിക്കുന്നത്, ദാറ്റ് ഈസ് സമാധി. ആർക്കുമാകാം. നാരായണ ഗുരുദേവൻ നേടിയ സമാധി അത് രണ്ട് തരത്തിലുണ്ട്. പ്രാണായാമത്തിലൂടെ സമാധി നേടുന്ന, സാധനയിലൂടെ നേടുന്ന സമാധിയുണ്ട്. ഇത് ജ്ഞാനസമാധി, അറിവിലൂടെ. നാമരൂപധാരിയായ ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സദാ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, തന്നിലെ താൻ, അതാണ് നമ്മൾ നിരന്തരമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഉണർത്തി ഉറപ്പിക്കേണ്ടത്. ആരുടെ ശ്രദ്ധയാണോ അതിൽ ഉറപ്പിച്ച് സ്ഥിരപ്പെടുന്നത്, ദാറ്റ് ഈസ് സമാധി നില. അതിൽ നിന്ന് മാറരുത്, ഇളകരുത്. അതിൽ തന്നെ ഇരിക്കുമ്പോഴും പ്രാരബ്ധാനുസാരം നിങ്ങളിലെ ഞാൻ പ്രവർത്തനക്ഷമമായിരിക്കും. ഏതുവരെ? പ്രാരബ്ധം തീരുന്നതുവരെ. അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആ ജ്ഞാനസമാധിയിലേക്ക് നിങ്ങളെ ഉയർത്താം. അതിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ജ്ഞാനസമാധിയാണ്. ഞാൻ അതാണ്, ഇതല്ല എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരാണോ സദാസമയവും 24 മണിക്കൂറും തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് സമാധി നില. ആർക്കുമാകാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ആ നിലയിലേക്ക് തന്നെ ഉയർത്താം. അതാണ് മോക്ഷനില. ഇനി ജന്മമില്ലാത്ത നില, ജനിക്കാതിരിക്കണം. അതാണ് മോക്ഷം. അത് എവിടുന്നെങ്കിലും കിട്ടുന്നതല്ല, സ്വർഗത്തിൽ നിന്നോ ഏതെങ്കിലും ഗുരുവിൽ നിന്ന് കിട്ടുന്നതോ അല്ല. സ്വയം അറിഞ്ഞ് ബോധിച്ച് ഈ ശരീരത്തിലിരിക്കുന്ന തന്നിലെ താൻ ആണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത. മരണസമയത്ത് ആരുടെ നിലയാണോ ആ ഭാവത്തിൽ നിൽക്കുന്നത്, അതാണ് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം. അവസാന കാലത്ത് ശരീരം വെടിയുന്ന സമയത്ത് ആരുടെ ശ്രദ്ധയാണോ എന്നെ തന്നെ ഭജിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ എന്നെ എന്ന് പറയുന്നത് ആരെയാണ്? നിങ്ങളിലെ ഓരോരുത്തരിലെയും തന്നിലെ തന്നെ, തന്നിലെ താൻ. കൃഷ്ണപിള്ളയെ അല്ല, തന്നിലെ താൻ. അതാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഞാൻ എവിടെ ഇരിക്കുന്നു? സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഓരോരുത്തരിലെയും തന്നിലെ താൻ. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ശരീരത്തിൽ ഉറങ്ങാതെ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിലിരിക്കുന്ന തന്നിലെ താൻ, അതിനെക്കുറിച്ച്
നിരന്തരമായ ശ്രവണത്തിലൂടെ കേട്ട് 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 അറിഞ്ഞ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണരണം, ഉയരണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. ഉദ്ധരിപ്പിക്കണം. എവിടുന്ന്? ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണ് നിൽക്കുന്നത്? തന്നിലെ ഞാനിൽ. ഞാൻ കുട്ടപ്പനാണ്, അതാണ് ഇതാണ്, വലിയ മുതലാളിയാണ്, വലിയ കാശുകാരനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, സ്വാമിയാണ്, ഭയങ്കര സ്വാമിയാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. വേണ്ടതെന്താ? ഞാൻ ആ ശുദ്ധ സ്വരൂപമാണ്. എന്നിലെ താനാണ് എന്നിലെ ഞാൻ, യഥാർത്ഥ ഞാൻ എന്ന അറിവിലേക്ക് ഉണർന്ന് ഓരോരുത്തരും അവരവരുടെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് ഉയർത്തി ഉദ്ധരിപ്പിച്ച് തന്നിൽ തന്നെയുള്ള തൻ്റെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ താനിൽ ഉറപ്പിക്കണം. എന്നിട്ട് നിരന്തര വിചാരം. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ഇത് കേട്ട് അറിഞ്ഞ് ഇതെവിടുന്നെങ്കിലും പോയി കൊണ്ടുവരേണ്ടതായിട്ടുള്ളതല്ല. കാശിയിലോ കൈലാസത്തിലോ പോയി കൊണ്ടുവരേണ്ടതായിട്ടുള്ളതല്ല. ഏതെങ്കിലും ഗുരുവിൽ നിന്ന് പൊതിഞ്ഞു കെട്ടി വാങ്ങിച്ചു കൊണ്ട് വരേണ്ടതായിട്ട് ഉള്ളതല്ല. പിന്നെ അവരവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അവരവർ അറിയാതിരിക്കുന്ന അവരവരുടെ യഥാർത്ഥ സ്വരൂപം തന്നിലെത്താൻ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവനിലയിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തി നിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുന്നത്. മാമനുസ്മര യുദ്ധ്യച. എന്നെ തന്നെ നിരന്തരമായിട്ട് വിചാരിച്ചുകൊണ്ട്, എന്നെ തന്നെ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്ന ആ ഞാൻ ആരാണ്? ഓരോരുത്തരിലെയും തന്നിലെ താൻ. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും അവരവരുടെ ഉള്ളിലിരിക്കുന്ന നാമരൂപരഹിതമായിട്ട് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന സർവഭൂതാന്തര്യാമി സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന വിനശ്യൽസു അവിനശ്യന്തം, അവിനാശിയായ ഒരിക്കലും നശിക്കാത്ത ശരീരം വിട്ടുപോകുന്ന അവസരത്തിൽ നാരായണ ഗുരുദേവൻ എന്താ ചെയ്തത്? ശരീരം വിട്ടുപോകുന്ന അവസരത്തിൽ ആ സമയമായപ്പോൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിൽ ഉറപ്പിച്ച് അതിൽ നിന്ന് ഇളക്കാതെ നിർത്തി. അത് നിരന്തര വിചാരത്തിലൂടെ, ആ ഭാവത്തിലൂടെ അദ്ദേഹം ആർജിച്ച വൈഭവം. മരിക്കാൻ സമയത്ത് ഉടനെ വിചാരിച്ച് ഞാൻ അതാണ് എന്ന് വിചാരിച്ചാൽ അത് ആകത്തില്ല. അതാണെന്നറിഞ്ഞ് നിരന്തര വിചാരത്തിലൂടെ സദാസമയവും തന്നിലെ താനായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കണം. അതാണ് സാധന. താനായിട്ടിരിക്കണം. എങ്ങനെയാണോ നിങ്ങളിപ്പോൾ ഞാനായിട്ടിരിക്കുന്നത് അതുപോലെ താനായിട്ടിരിക്കണം. അത്രയേ ഉള്ളൂ. എന്താ വ്യത്യാസം? ഇപ്പം നിങ്ങൾ ഞാനായിട്ടിരിക്കുന്നില്ലേ? വീട്ടിൽ ഞാനായിട്ടിരിക്കുന്നില്ലേ? എങ്ങനെയാണ് ഞാനായിട്ടിരിക്കുന്ന? ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? അങ്ങനെ ഇരി, ഇങ്ങനെ ഇരി, ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണോ ഞാനായിട്ടിരിക്കുന്നത് അതുപോലെ ഈ ശരീരത്തിനകത്ത് നിങ്ങളിലെ താനായിട്ടിരിക്കണം. ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഇരുന്നിട്ടുണ്ടോ? ഇരിക്കണം. ഇരുന്ന് ശീലിക്കണം. ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഇരിക്കുന്ന കാര്യം വലിയ പാടാണ് സ്വാമി. ഇരിക്കണ്ട. നടക്കുന്ന അവസരത്തിലും ഈ ഭാവം നിങ്ങൾക്ക് നിലനിർത്തിക്കൂടെ? ഈ നടക്കുന്ന ഞാനല്ല എന്നിലെ ഞാൻ.
ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നിൽ നടക്കാതിരിക്കുന്ന എന്നിലെ താൻ, ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നിലെ താൻ നടക്കുന്നില്ല. അതെങ്ങനെ സ്വാമി ശരിയാവും? ഞാനും താനും ഈ ശരീരത്തിലല്ലേ ഇരിക്കുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താനും കൂടെ നടക്കണമല്ലോ. പിന്നെങ്ങനെ താൻ നടക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ നടക്കുമ്പോൾ താൻ നടക്കുന്നില്ല. കാരണം എന്താ? ഞാനും താനും രണ്ട് എൻറ്റിറ്റിയാണ്. ഞാൻ ഈ ശരീരത്തിലുള്ള ലിമിറ്റഡ് ആയി, എന്നിലെ ഞാൻ ഈ ശരീരത്തിൽ മാത്രം. എന്നിലെ താൻ ഈ ശരീരത്തിലും അടുത്ത ശരീരത്തിലും സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവാന്തര്യാമി. ഈ അണ്ഡകടാഹത്തിൽ എവിടെയെല്ലാം ജീവജാലങ്ങളുണ്ടോ അതുകളുടെ എല്ലാം ഉള്ളിൽ കൂടി കടന്ന് അതുകളെയെല്ലാം ജീവത്തായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സർവാന്തര്യാമി. എല്ലാത്തിലും വ്യാപിച്ച് ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു, ചലിക്കുന്നില്ല. നിശ്ചല സ്വരൂപം. എന്താ ചലിക്കാത്തത്? ഇനി ചലിക്കാൻ സ്ഥലമില്ല. എല്ലാ സ്ഥലത്തും വ്യാപിച്ച് നിൽക്കുകയാണ്. ചൊവ്വായിൽ മനുഷ്യരുണ്ടെങ്കിൽ അവിടെയും വ്യാപിച്ച് നിൽക്കുകയാണ്. ബുധനിലോ ശുക്രനിലോ പ്ലൂട്ടോയിലോ എവിടെയെങ്കിലും ജീവജാലങ്ങളുണ്ടെങ്കിൽ അവിടെയും വ്യാപിച്ച് നിൽക്കുകയാണ്. എന്തിന്? ഈ സൗരയൂഥത്തിൽ മാത്രമല്ല, വേറെ സൗരയൂഥത്തിൽ, വേറെ സൂര്യനിൽ. നമ്മൾ ആകാശത്തിൽ കാണുന്ന ഓരോ നക്ഷത്രവും നമ്മുടെ സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള സൂര്യന്മാരാണ്. ആകാശത്തിൽ നമ്മൾ മിന്നാമിനുങ്ങ് പോലെ കാണുന്ന ഓരോ നക്ഷത്രവും നമ്മുടെ സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള ഓരോ സൂര്യന്മാരാണ്, ഓരോ നക്ഷത്രവും. അവിടെയെല്ലാം, എവിടെയെല്ലാം ജീവജാലങ്ങളുണ്ടോ അവിടെയും ഇത് വ്യാപിച്ച്, ഏത്? എന്നിലെ താൻ, നിങ്ങളിലെ താൻ, എന്നിലെ താൻ വ്യാപിച്ച് സർവത്ര വ്യാപിച്ചിരിക്കുന്നു. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. അതാണ് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സമദർശി അവനെ ആരാണോ കാണുന്നത്, ഇല്ലേ? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതാണ് തത്വമസി. നീ അതാകുന്നു. നിൻ്റെ ഉള്ളിലിരിക്കുന്ന നിന്നിലെ താൻ, തന്നിലെ താൻ. ഞാനിനെ വിട്ടേക്കുക. ഞാൻ വെറും പ്രതിബിംബം, തന്നിലെ തൻ്റെ പ്രതിബിംബം ഞാൻ. കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നിങ്ങളുടെ പ്രതിരൂപം ഏതുപോലെയാണോ മിഥ്യ, അസത്യം, അതുപോലെയാണ് തന്നിലെ ഞാൻ. അസത്യം, മിഥ്യ. എന്താ സത്യം? സത്യമായിട്ടുള്ളത് അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. എന്താ? സത്യത്തിലില്ല ഉലകം സകലം വിധ്വംസമായ പിറകും വിലസുന്നു മുൻപോൽ. സത്യത്തിലില്ല ഉലകം സർവം വിധ്വംസമായ പിറകും വിലസുന്നു മുൻപോൽ. കാനൽ ജലമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലും നമ്മൾ നോക്കുന്ന അവസരത്തിൽ അവിടെ കാനൽ ജലം ഉണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് ദാഹം ശമിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടുന്നില്ല. പക്ഷേ മാൻ അത് കണ്ടാൽ വെള്ളമുണ്ടെന്ന് കരുതി അങ്ങോട്ട് ഓടി അത് കുടിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് മൃഗതൃഷ്ണ. മരുഭൂമിയിലൊക്കെ വെള്ളം കിട്ടാതെ ഈ മൃഗങ്ങൾ ഇങ്ങനെ വെള്ളമുള്ളതുപോലെ കാണുന്ന ആ രൂപം, ആ മിഥ്യാ ദർശനം കണ്ട് വെള്ളമുണ്ടെന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഓടി 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 മരുഭൂമിയിൽ തന്നെ വീണു മരിക്കുന്നു മാനുകൾ.
എന്തുകൊണ്ട്? തിരിച്ചറിവില്ല. ആ വെള്ളം ഉള്ളതേ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം മാനുകൾക്ക്, മൃഗങ്ങൾക്ക് ഇല്ല, മനുഷ്യർക്ക് അതുള്ളത് കൊണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, സത്യത്തിലില്ല ഉലകം വിവേകവിധ്വംസമായ പിറകും വിലസുന്നു മുൻപോൽ. സത്യത്തിലില്ല ഉലകം സകലം വിവേകവിധ്വംസമായ പിറകും വിലസുന്നു മുൻപോൽ. വിവേകം കൊണ്ട് വിധ്വംസമായി, ഇല്ലാതായി. എന്താ? ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാനൽ ജലം കാണുമ്പോൾ അവിടെ ജലമില്ല എന്ന് തിരിച്ചറിവിലൂടെ നാം അറിഞ്ഞതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നാം അങ്ങോട്ടോടി വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മൾ കാണുന്നു ആ വെള്ളം അവിടെ ഉള്ളതുപോലെ. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലയും, അതുപോലെയാണ് തന്നിലെ ഞാനിൻ്റെ നിലയും. തന്നിലെ ഞാൻ ഏതെല്ലാം തരത്തിൽ ഓരോരുത്തരും ഓമനിച്ച് ലാളിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുവോ അത് മുഴുവനും ഉള്ളതേയല്ല, മിഥ്യ മിഥ്യ മിഥ്യ. ഉള്ളത് തന്നിലെ താൻ. ഒരു നിമിഷമെങ്കിലും അതിനെ ലാളിക്കുന്നുണ്ടോ? അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ടോ? അതാണ് താനെന്ന് ബോധിച്ച് അതായിട്ട് ഒരല്പനേരമെങ്കിലും നിങ്ങളെ മാറ്റിയിരുത്തുന്നുണ്ടോ? അതാണ് പറഞ്ഞു വന്നത്. ഇരിക്കണമെന്നില്ല. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഈ ഭാവം നിങ്ങളിലുണ്ടായിരുന്നാൽ മതി. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഞാനല്ല എന്നിലെ ഞാൻ, ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന എന്നിലെ താൻ. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവനെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ചുമച്ചുകൊണ്ടിരിക്കുന്നവനെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് അത് കണ്ടുകൊണ്ട് ഇവനൊക്കെ എന്തിന് കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു നേരമെങ്കിലും തന്നിലെ താൻ ഭാവത്തിലേക്ക് തന്നെ ഇരുത്തുന്നുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷിഭാവത്തിലിരിക്കുന്ന തന്നിലെ താൻ, എല്ലാവരുടെയും ഉള്ളിലുള്ള തന്നിലെ താൻ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളെത്ര ഏതെങ്കിലും ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ഞാൻ ഭാവത്തിനെ വിട്ടിട്ട് താൻ ഭാവത്തിലേക്ക് ഒന്നിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പിന്നെങ്ങനെ അതായിത്തീരുന്നത്? നാരായണ ഗുരുദേവൻ എത്രയോ കാലം നിരന്തരമായിട്ട് ആ ഞാൻ ഭാവത്തിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ വിട്ടിട്ട് തന്നിലെ താൻ ഭാവത്തിൽ ഏകാഗ്രമായിട്ടിരിക്കുന്നു. ദാറ്റ് ഈസ് സാധന അല്ലേ? ധ്യാനനിരതനായി ധ്യാനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി തന്നിലെ താനിൽ കേന്ദ്രീകരിച്ച് ആ ഭാവത്തിലിരിക്കുന്നു. അതാണ് ധ്യാനം. നിങ്ങളും ധ്യാനിക്കുന്നുള്ള, ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ധ്യാനിക്കുന്നവരാണ്. പക്ഷേ എന്താ ചെയ്യുന്നത്? ചുമ്മാ കണ്ണുടച്ചിരിക്കുന്നു. ചുമ്മാ കണ്ണുടച്ചിരിക്കുന്നു പോരാ. അതിനൊരു ഭാവമുണ്ടായിരിക്കണം. യദ്ഭാവോ തദ്ഭവതു. നിങ്ങളിൽ ഞാനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വിട്ടിട്ട് നിങ്ങളിലെ താൻ ഭാവത്തിലിരിക്കണം. താൻ ഭാവത്തിലിരിക്കണം. തന്നിലെ താൻ ആ സാക്ഷി ചൈതന്യമായിട്ടിരിക്കണം. അതിന് നാമവുമില്ല, രൂപവുമില്ല. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മം. അത് ബ്രഹ്മം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം. നേരത്തെ പറഞ്ഞില്ലേ, എങ്ങും നിറഞ്ഞ് ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിശ്ചലമായിരിക്കുന്ന തന്നിലെ താൻ. അതുതന്നെയാണ് ബ്രഹ്മം. അതുതന്നെയാണ് ആത്മചൈതന്യം. അതുതന്നെയാണ് സാക്ഷി ചൈതന്യം.
അതാണ് തന്നിലെ താൻ. ഇതറിഞ്ഞ് സ്വയം മനസ്സിലാക്കി ബോധിച്ച് ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തെങ്കിലും ഒരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ആ സാക്ഷിഭാവത്തിൽ, ആ സാക്ഷി ചൈതന്യഭാവത്തിൽ, എന്നിലെ എന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്തി നിശ്ചലമായിരിക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉയർന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഹ. ആ ശ്രദ്ധയില്ലെങ്കിൽ, ഞാനും വെറുതെ ധ്യാനിക്കുന്നുണ്ട് സ്വാമി, എന്ത് ചുമ്മാ കണ്ണു അടച്ചിരിക്കുന്നു, അതുപോരാ, ഭാവം വേണം. ഭാവമില്ലെങ്കിൽ എങ്ങനെ? യദ്ഭാവോ തദ്ഭവതു. തന്നിലെ താനായിട്ടിരിക്കണം. തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, തന്നിലെ നാമരൂപ സഹിതമായിട്ടുള്ള ഞാൻ ഭാവത്തിലുള്ള ചിന്തകളിൽ നിന്നെല്ലാം തന്നെ മോചിപ്പിച്ച് നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, എന്നിലെ ഞാനിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ താൻ ഭാവത്തിൽ നിങ്ങളെ അങ്ങനെ ഭാവന ചെയ്ത് ആ ഭാവത്തിൽ തന്നെ നിങ്ങളെ ഇരുത്താൻ ശ്രമിക്കുക. വേറെ ഒരു ചിന്തയും വേണ്ട. ആ ഭാവത്തിൽ തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം എങ്ങനെ ഒരു പ്രകാശ സ്വരൂപമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൽപ്പന ചെയ്യാം. ആ ജ്യോതി സ്വരൂപം, ഒരു ജ്യോതി സ്വരൂപമായിട്ട്, ആ സാക്ഷി ചൈതന്യമായിട്ട്, ആ പ്രകാശ സ്വരൂപമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് പ്രകാശിച്ചു നിൽക്കുന്നു. തന്നിലെ താൻ, ഞാനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ വിടർത്തി തന്നിൽ താനായിട്ട് എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുവോ അത്രയും സമയം ഇരുന്നാൽ നിങ്ങളുടെ ഭാവം മറ്റൊന്നായിട്ട് തീരും. ഭാവം മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഭാവത്തിലുള്ളത് മുഴുവനും അധോഭാവങ്ങളാണ്. ഞാൻ ഭാവത്തിലുള്ളതെല്ലാം അധമഭാവങ്ങളാണ്. താൻ ഭാവത്തിലുള്ളതെല്ലാം ഉത്തമ ഭാവങ്ങളാണ്, ഊർധ്വഗതിക്കുള്ള ഭാവങ്ങളാണ്. അതുകൊണ്ട് ഈ മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഭാവത്തിൽ നിന്ന് മുറുകെ പിടിച്ച്, ഞാൻ ഭാവത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കമ്പിളിയെ പിടിച്ചിരിക്കും പോലെയാണ് അല്ലേ? മലവെള്ളത്തിൽ സാധനങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒഴുകി വരുന്നു, തടി, തേങ്ങ ഇതൊക്കെ ഒഴുകി വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കറുത്ത കമ്പിളി കെട്ട് വരുന്നു, ഒഴുകി വരുന്നു. അതിനെയും പോയി ചാടി പിടിച്ചു. കമ്പിളിയെ ചാടി പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം ഇവൻ ഒഴുകേണ്ടി വന്നു. ഒഴുകിയിട്ട് ഇവൻ പിടിവിട്ടിട്ടും കമ്പിളി പിടിവിടുന്നില്ല. കമ്പിളി ഒരു കരടിയായിരുന്നു. ഇവൻ പിടിവിട്ടിട്ടും കമ്പിളി പിടിവിടുന്നില്ല. ആ കമ്പിളി കരടിയായിരുന്നു. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഞാനിൽ പിടിമുറുക്കിയിരിക്കുന്നത്. കമ്പിളിയെ പിടിച്ചിരിക്കുന്നത് പോലെയാണ്. പിടിവിട്ടാലും ഞാൻ വിടുകില്ല. കാരണം ഞാനിലെ പ്രശ്നങ്ങൾ, ഞാനിലെ ബാധ്യതകൾ, ഞാനിലെ കുരുക്കുകൾ, ഞാനിലെ കുന്നായ്മകൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഭാവത്തിൽ. നിങ്ങൾ വിട്ടാലും അതെല്ലാം നിങ്ങളെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഒരിക്കലും അവിടെ ഇരുത്താൻ നോക്കില്ല. അവിടെ മുല പോയിരിക്കുകയാണോ? ഇരുന്നത് തന്നെ ഇല്ലേ? ഞാൻ പിന്നാലെ വന്ന് നിങ്ങളെ ഇളക്കി കൊണ്ടുപോകും. അപ്പോൾ അതിന് ശ്രമം ആവശ്യമാണ്, നിരന്തരമായ ശ്രമം. ഈ ജന്മം ഏത് നിമിഷമാണ് തീരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എത്ര സമയം ഇനി ജീവിക്കാനുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിലെ ഒരു വലിയ ഹാർട്ട് ഡോക്ടർ, ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ, 35 വയസ്സ്, അനവധി ശസ്ത്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് നിലത്ത് വീണ് മരിക്കുന്നു. ഹാർട്ട് അറ്റാക്ക്.
അമേരിക്കയിൽ എത്രയോ ആളുകൾക്ക് ശസ്ത്രക്രിയ നടത്തിയ ആൾ. അതുകൊണ്ട് എപ്പോഴാണ് ഓരോരുത്തരുടെയും ജീവൻ അവസാനിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ. ജീവൻ അവസാനിക്കുന്ന സമയത്ത് ഈ ഞാൻ ഭാവത്തിലാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ എന്താ അവസ്ഥ? വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം എന്ന രീതിയിൽ വീണ്ടും ജനിക്കേണ്ടി വരും, പുനർജനിക്കേണ്ടി വരും. ജനിക്കാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? മരണസമയത്ത് തന്നിലെത്താനായിരിക്കണം. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന കാലത്ത് ശരീരം വെടിയുന്ന സമയത്ത് എന്നെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്നെ തന്നെ പ്രാപിക്കും. ആ എന്നെ വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, തന്നിലെത്താൻ. അവിടെ ജാതി മത പരിഗണനകളൊന്നുമില്ല. തന്നിലെത്താൻ. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും പട്ടിയായാലും പൂച്ചയായാലും. പക്ഷെ അവർക്ക് ഈ തിരിച്ചറിവില്ല. പക്ഷിമൃഗാദികൾക്ക് തിരിച്ചറിവില്ല. പക്ഷേ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് തന്നിലെ താൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല. ആണോ? തന്നിലെ ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്. തന്നിലെ താൻ ഹിന്ദുവല്ല. അതാണ് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. ആ ബ്രഹ്മസ്വരൂപം, ആ സാക്ഷിസ്വരൂപം, അതാണ് തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ സദാസമയവും ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഉദ്യോഗം രാജിവെക്കേണ്ട, ജോലി കളയണ്ട. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവം അങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. എന്താ? ഈ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസുമതി എന്ന് പറയുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ. ഈ വസുമതിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഏതൊരു സാക്ഷി ചൈതന്യമാണോ ഉള്ളതായിട്ടുള്ളത് അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഞാനിനെയും കണ്ടുകൊണ്ട് നിങ്ങൾ സാക്ഷിഭാവത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നിലനിർത്തണം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഒന്നിൽ നിന്നും ഒഴിയണ്ട. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊള്ളൂ, എല്ലാമായിട്ടും ഇരുന്നുകൊള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ ഞാനിൽ നിന്ന് വിടർത്തി നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ യഥാർത്ഥ ഞാനിൽ, തന്നിലെ താനിൽ നിലനിർത്തുക. ഇപ്പോഴുള്ള നിങ്ങളിലെ ഞാൻ വെറും പ്രതിബിംബം. കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണാടിക്ക് ഉള്ളിൽ കാണുന്ന ആ പ്രതിബിംബം പോലെയാണ് നിങ്ങളിലെ ഞാൻ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തെറ്റിദ്ധരിച്ചാണ് ഓരോരുത്തരും ആ ഞാനുമായിട്ട് ചങ്ങാത്തത്തിൽ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഞാനിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ അധോഗതി. സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ വന്നത് അധോഗതി വാങ്ങിച്ചുകൊണ്ട് പോകാനാണോ? അധോഗതി തന്നെ, ഒരു സംശയവും വേണ്ട. നിങ്ങളിലെ ഞാൻ ഭാവത്തിലാണ് മരിക്കുന്നത് എങ്കിൽ അധോഗതി. അധോഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ജനിക്കുന്നു. അധോഗതി അല്ലാത്ത ഗതി, ഊർധ്വഗതി എന്താണ്? മരണസമയത്ത് ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിൽ നിലനിർത്തിയിരിക്കുന്നത്, മരണസമയത്ത് അതാണ് യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം. ഏത് ഭാവമാണോ ശരീരം വെടിയുന്ന അവസരത്തിൽ നിങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നത്, യം ഭാവം ത്യജത്യന്തേ കളേബരം,
തം തമേവൈതി കൗന്ദേയ. അതിനെ തന്നെ നിങ്ങൾ ഭാവിക്കും. എന്തുകൊണ്ട്? സദാ തദ്ഭാവഭാവിത, സദാ അതിനെ തന്നെ ഭാവന ചെയ്യുന്നത് കൊണ്ട്. അതിനകത്ത് ആ മാർഗവും കൂടെ പറഞ്ഞിരിക്കുന്നു. എന്താ മാർഗം? സദാ തദ്ഭാവഭാവിത, സദാ ആ ഭാവത്തെ തന്നെ ഭാവന ചെയ്യുന്നത് കൊണ്ട്. എന്താ ഭാവം? ഈ ഞാനല്ല, നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ് തന്നിലെ യഥാർത്ഥ ഞാൻ. അതായത് തന്നിലെ താൻ എന്ന ഭാവം ആരാണോ ബോധിച്ച് സദാ ആ സ്മരണയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അതാണ് ഭാവം. തദ്ഭാവം. ആരാണോ ആ ഭാവത്തെ തന്നെ സദാ ഭാവന ചെയ്യുന്നത്, അത് നിരന്തരമായിട്ട് ഭാവന ചെയ്താൽ ഒരു ദിവസം കുറച്ച് സമയം ആ ഭാവത്തിൽ നിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കണം. ഒരമണിക്കൂർ നിങ്ങൾ ആ താൻ ഭാവത്തിലിരിക്കണം. ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വിടർത്തി തന്നിലെ താനായിട്ട് ഇരിക്കണം. ധ്യാനം. താനായിട്ടിരിക്കുക, ഒരു ചിന്തയും വേണ്ട, തന്നിലെ താനായിട്ടിരിക്കുക. തന്നിലെ താൻ. ഈ കേട്ട കാര്യങ്ങൾ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. എന്താ? ഈ ഒരു പ്രയത്നവുമില്ല, ഒന്നും കാണാതെ പഠിക്കാനില്ല. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ ഞാൻ, ഈ നാമരൂപധാരിയായ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് തന്നിലെ താൻ എന്ന ഭാവം നിങ്ങൾ മനസ്സിലാക്കി ബോധിച്ച് ആ ഭാവത്തിൽ നിങ്ങൾ കുറേ സമയം ഇരിക്കാൻ ശീലിക്കണം. ദാറ്റ് ഈസ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രം പോരാ. വെറുതെ കണ്ണടച്ചിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ഈ ഭാവം യദ്ഭാവോ തദ്ഭവതു. ഏത് ഭാവത്തിൽ അത് നിരന്തരമായിട്ട് അങ്ങനെ ദൃഢീകരിക്കുമ്പോൾ, ബലപ്പെട്ട് വരുമ്പോൾ, ഏതുപോലെ ഈട്ടിത്തടിയുടെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ, ഈട്ടി തൈ വളർന്നു വരുന്തോറും അതിൻ്റെ നടുക്ക് കാതൽ കറുപ്പ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഈട്ടി വലിയ മരമായി കഴിയുമ്പോൾ അത് മുറിക്കുന്ന അവസരത്തിൽ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കാതൽ നല്ല കറുത്ത നിറത്തിൽ കാണാൻ സാധിക്കും. അതെങ്ങനെ? കാലേനാത്മനി വിന്ദതി, കാലം കൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാനായി മനസ്സിലാക്കി ദിവസവും അല്പസമയം അതിനു വേണ്ടി മാറ്റി നിങ്ങൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനായിട്ട് നിങ്ങൾ കുറേ സമയമെങ്കിലും നിങ്ങളെ മാറ്റി ഇരുത്തുകയോ നിർത്തുകയോ നടത്തുകയോ കിടത്തുകയോ ചെയ്യാം. എന്തു വേണമെങ്കിലും ആകാം, ഇല്ലേ? ആ ഭാവം നിങ്ങൾക്ക് കിടന്നുകൊണ്ടാണ് ഭാവിക്കാമെങ്കിൽ അപ്പോൾ കൊള്ളാം. ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കിടന്നുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ ഭാവിക്കാൻ സൗകര്യമെങ്കിൽ ആയിക്കോട്ടെ, കിടന്നുകൊണ്ട് ഭാവന ചെയ്യുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ആ ഭാവം നിങ്ങളിൽ നിലനിർത്തുക. ആ ഭാവത്തിൽ നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാവുന്ന ആ ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ സ്വാഭാവികമായിട്ട് 24 മണിക്കൂറും ആ ഭാവം നമ്മളിലേക്ക് നമ്മളറിയാതെ പ്രകാശിക്കും. അപ്പോൾ മറ്റേ ആൾ വന്ന് പിടികൂടുന്ന അവസരത്തിൽ ആരാ? കാലമ്മാമൻ. കാലമ്മാമൻ വന്ന് പിടിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ആ ഭാവത്തിൽ തന്നെയായിരിക്കും. അതാണ് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. ശരീരത്തിൽ നമ്മെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിലും നമ്മുടെ ആരുടെ ഭാവമാണോ തന്നിലെ താനിൽ ഉറച്ചിരിക്കുന്നത് അവർ മരിക്കുന്നില്ല.
അവരിൽ നിന്ന് കാലമാമൻ പിടിച്ചുകൊണ്ട് പോകുന്നത് ആരെയാണ്? തന്നിലെ ഞാനിനെ, തന്നിലെ നാമരൂപധാരിയായ തന്നിലെ ഞാനിനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് തന്നെ പിടിച്ചുകൊണ്ട് പോകാത്തത്? ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ബോധവാനായി തന്നിലെ തന്നെ മാറ്റിക്കഴിഞ്ഞു. അണ്ടർസ്റ്റാൻഡ്? തന്നിലെ തന്നെ മാറ്റിക്കഴിഞ്ഞു. അവൻ തന്നിലെ ഞാനിനെ കളഞ്ഞിട്ട് തന്നിലെ താനായിട്ട് അവൻ തന്നെ മാറ്റി നിരന്തര വിചാരത്തിലൂടെ അവൻ മാറ്റി ഇപ്പോൾ അവൻ ആ ശരീരത്തിൽ തന്നിലെ ഞാനിൽ നിന്ന് അന്യമായി തന്നിലെ താനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ കാലൻ വന്ന് പിടിക്കുന്ന അവസരത്തിൽ തന്നിലെ ഞാനിനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇവൻ തന്നിലെ താനായിട്ട് നിൽക്കുന്നു. തന്നിലെ തന്നെ കാലന് പിടിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണമില്ലാത്ത തന്നിലെ താനുമായിട്ട് നമ്മെ യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. തന്നിലെ താൻ മരണമില്ലാത്ത വസ്തു, തന്നിലെ ഞാൻ ജനിമൃതികളിലൂടെ കടന്നു പോകുന്ന വസ്തു, അതിനെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ജനനവും മരണവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ആരാണോ ഇതിനെ തിരിച്ചറിഞ്ഞ് ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നിരന്തര വിചാരത്തിലൂടെ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് മാറ്റി നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലം നേടുന്നത്, അത് നിരന്തര വിചാരത്തിലൂടെ നേടിക്കൊണ്ടേയിരിക്കണം. കണ്ടിട്ടില്ലേ ചില സാധകരൊക്കെ നിരന്തര സാധന ചെയ്യുന്നത്? നിരന്തര സാധന. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു സ്വാമി, ഒരു വിദേശി, 24 മണിക്കൂറും ധ്യാനം. 24 മണിക്കൂറും എപ്പോൾ നോക്കിയാലും പത്മാസനത്തിൽ അങ്ങനെ ധ്യാനനിരതനായിരിക്കും. അത്ഭുതപ്പെട്ടിട്ടുണ്ട് അയാളെ കണ്ട്. ഇപ്പോഴദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിച്ച പിള്ളേരുമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് കഴിയുന്നു. അതാണ് അവസ്ഥ. ഭാവമില്ല. ഇരുന്നത് കൊണ്ടൊന്നും കിട്ടുകയില്ല. ഭാവം വേണം. നിങ്ങൾ ഇരുന്നില്ലെങ്കിലും ആ ഭാവം ആരിലുണ്ടോ അവൻ നേടും. ഇരിക്കണമെന്നൊന്നുമില്ല. ഈ കേൾക്കുന്ന കാര്യം നിങ്ങളേത് കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ കർമ്മം ചെയ്യുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ ആണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ സദാസമയം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ അതായി തന്നെ തീരും. യാതൊരു സംശയവും വേണ്ട. ആ ഭാവമില്ലാതെ 24 മണിക്കൂർ നിങ്ങൾ വടി പോലെ കുത്തിയിരുന്നെന്നും പറഞ്ഞ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ അദ്വൈതാനുഭൂതിയിലൂടെ കടന്നു പോവുകയാണ്. 73-ാമത്തെ മന്ത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലിംഗസ്യ ധാരണാദേവ ശിവോ അയം ജീവതാം രജേത്. ലിംഗസ്യ ധാരണാദേവ, ലിംഗശരീരം സൂക്ഷ്മശരീരം എടുക്കുന്നത് കൊണ്ട് ശിവം തന്നിലെ ശിവം, തന്നിലെ താൻ, ശിവം തന്നിലെ താൻ, ശിവോ അയം ജീവതാം രജേത്, ജീവനായിട്ട് മാറുന്നു, തന്നിലെ ഞാനായിട്ട് മാറുന്നു. സൂക്ഷ്മ ശരീരം എടുത്തിരിക്കുന്നത് കൊണ്ടാണ് തന്നിലെ ശിവം ജീവതാം വ്രജേത്, ജീവനായിട്ട് ഭവിച്ചിരിക്കുന്നത്. ആ ജീവനായിട്ട് ഭവിച്ച് നമ്മളിപ്പോൾ നാമരൂപധാരിയായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലൗകിക ലീല, ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൗകിക ലീല ആടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊരാളാണോ തന്നിലെ
യാഥാർത്ഥ്യത്തെ, തന്നിലെ ശിവത്തെ, ശിവം ഞാൻ ഭാവത്തിൽ ലീലയാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ശിവത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഞാൻ ഭാവത്തിൽ ലൗകിക ലീലയാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ശിവം ഞാനിനോടൊപ്പം ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച്, തന്നിലെ ശിവത്തെക്കുറിച്ച്, തന്നിലെ ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ച്, ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച്, ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി ഞാനായിട്ട് ലൗകിക ലീല ആടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നിലെ ശിവത്തെ മാറ്റി നിർത്തണം. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയും പോലെ യഥാ മുഞ്ചാദിഷീകൈവം ആത്മായുക്ത്യ സമുദ്ധൃത. മുഞ്ചപ്പുല്ലിൽ നിന്ന് അതിൻ്റെ ഇളം നാമ്പിനെ, ഈ തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം പുല്ലിൻ്റെ നാമ്പുണ്ടല്ലോ, അത് കെട്ടി നമ്മൾ തൂക്കാനൊക്കെ ഉപയോഗിക്കും. അതിനെ ഏത് പ്രകാരമാണോ 2 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്, അതുപോലെ യഥാ മുഞ്ചാദിഷീക, ഇഷീക എന്ന് പറഞ്ഞാൽ ആ നാമ്പ്, ഇഷീകൈവം ആത്മായുക്ത്യ സമുദ്ധൃത. ഈ ആത്മാവിനെ നിങ്ങളും നിങ്ങളിലെ ഞാനിൽ നിന്ന് പിഴുതെടുക്കണം. ലഘുപ്രയത്നം മാത്രം മതി, ഒരു വലിയ പ്രയത്നത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ തന്നെ പിഴുതുമാറ്റണം. മുഞ്ചപ്പുല്ലിൽ നിന്ന് ആ ഇളം നാമ്പിനെ ഏതു പ്രകാരമാണോ പിഴുതുമാറ്റുന്നത്, അതുപോലെ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ തന്നെ പിഴുതുമാറ്റണം. അത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് എന്തോന്നുണ്ടാകുന്നത്? ഇനി ജന്മമില്ലാത്ത നില കൈവരുന്നത്, മോക്ഷം കൈവരുന്നത്. വേർതിരിക്കണം. ഞാനും താനുമായിട്ടിപ്പോൾ യോജിച്ചാണ് ലൗകിക ലീലയാടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും താനും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു എല്ലാവരിലും. നാരായണ ഗുരുദേവൻ തന്നിലെ തന്നെ ആ ഞാനിൽ നിന്ന് സ്ഥിരമായ പ്രയത്നത്തിലൂടെ, സാധനയിലൂടെ, എന്താ സാധന? തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് സദാ ആ താൻ ഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. സാധന. നിങ്ങളതിനെ ധ്യാനമെന്നോ സാധനയെന്നോ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. ആ ഭാവം അവരിലുണ്ട്. ആ ഭാവമുള്ളത് കൊണ്ട് ദീർഘകാലമെടുത്തു. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളുമൊക്കെ ആ തരത്തിൽ വളരെയധികം സാധന, മരുത്വാമലയിലൊക്കെ പോയി അവരെത്ര കാലം ഇരുന്നു. ചുമ്മാ ഇരിക്കുകയല്ല, ആ ഭാവത്തിൽ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ തന്നെ പിഴുതുമാറ്റി ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ തന്നെ ആ ഭാവത്തിൽ ഇരിക്കുക, തന്നിൽ താനായിട്ടിരിക്കുക. ദാറ്റ് ഈസ് സാധന. നിങ്ങൾക്കും അതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അല്പസമയം, കുറച്ച് സമയം സാധന അനുഷ്ഠിക്കണം. വീട്ടിലൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ സാധന അനുഷ്ഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ ഭാവം സദാ പുലർത്തുക, സദാ പുലർത്തുക. ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവന ചെയ്ത് ആ ഭാവത്തിൽ തന്നെ ഞാൻ ഭാവത്തിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് കർമ്മത്തിൽ വ്യാപരിക്കുക. അത് ചെയ്യാമല്ലോ, അത് ചെയ്യാമല്ലോ. അതും ചെയ്യാൻ വയ്യെങ്കിൽ വളരെ നല്ലത്, അല്ലേ? ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും, മരിച്ച ഉടനെ അടുത്തത് നേരെ മനുഷ്യ ശരീരത്തിലേക്ക് വരാമെന്നൊന്നും വിചാരിക്കണ്ട.
ചെയ്തിട്ടുള്ള കുന്നായ്മകൾ എല്ലാവർക്കും അറിയാമല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാം കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പല പല ശരീരങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. പട്ടിയായിട്ടും പൂച്ചയായിട്ടും പാമ്പായിട്ടും കൃമിയായിട്ടും കീടമായിട്ടുമൊക്കെ. അത് ഈ ജന്മത്തിൽ മാത്രമുള്ളതല്ല. നിങ്ങളുടെ അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കണം. എല്ലാവരുടെയും കയ്യിലുണ്ട് അക്കൗണ്ട് ബുക്ക്, ഉള്ളിലുണ്ട്. തുറന്നു നോക്കാൻ അറിയാമെങ്കിൽ എടുത്ത് തുറന്നു നോക്കണം. ഏതെല്ലാം ജന്മങ്ങളിൽ എന്തെല്ലാം കൃത്രിമങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ക്രൂരകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലെഡ്ജർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ആകത്തുകയുടെ കരട് രേഖ മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രാരബ്ധ കർമ്മം. എന്താ പ്രാരബ്ധം? ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അനുഭവിക്കേണ്ടതായിട്ട് ഉള്ള കർമ്മങ്ങൾ. അതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പിന്നെ ഏതാണുള്ളത്? സഞ്ചിതം. സഞ്ചിതമെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഉള്ളത്. ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ നാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം രൂപരേഖ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സഞ്ചിത കർമ്മം. സഞ്ചിതം ശേഖരിക്കപ്പെട്ടിരിക്കുന്നു, സഞ്ചിയിലാക്കിയിരിക്കുന്നു. അതിൽ നിന്നാണ് പ്രാരബ്ധം. ഈ ജന്മത്തിൽ അനുഭവിക്കാനുള്ളത്, ജനനം മുതൽ അനുഭവിക്കാനുള്ളത് അനുവദിച്ചിരിക്കുന്നത്. അത് പ്രാരബ്ധം. ഇനി ഒരെണ്ണമുണ്ട് ആഗാമി കർമ്മത്രയം. ആഗാമി കർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം, വരാനുള്ളത്, അനുഭവിക്കാനുള്ളത്, അക്കൗണ്ടിൽ ചേർക്കപ്പെടാനുള്ളത് ആഗാമി. പക്ഷേ ആഗാമി വന്ന് ചേരേണ്ടതായിട്ടുള്ളതല്ല, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആഗാമി കർമ്മത്തെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അപ്പോൾ തന്നെ സഞ്ചിയിലായി കഴിയും, സഞ്ചിതമായി കഴിയും. ആഗാമി എന്നൊരു പ്രത്യേക വിഭാഗം ആവശ്യമില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലം അപ്പോൾ തന്നെ സഞ്ചിയിൽ ശേഖരിക്കപ്പെടും. അപ്പോൾ ഈ സഞ്ചിത കർമ്മം മുഴുവനും ഇല്ലാതായാൽ മാത്രമേ ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകൂ. ജനിക്കാതിരിക്കണമെങ്കിൽ ഈ സഞ്ചിത കർമ്മം മുഴുവനും ഇല്ലാതാകണം. എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി. എന്താ ജ്ഞാനം? ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് അതാണ് ജ്ഞാനം. എന്താ ജ്ഞാനം? ജ്ഞാനെന്ന് പറയുന്നത് ഈ ലൗകിക വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ്. തന്നിലെ യഥാർത്ഥ ഞാൻ, തന്നിലെ താൻ എന്നുള്ള ജ്ഞാനമാകുന്ന അഗ്നി ആരിലാണോ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്, സദാ ജ്വലിച്ച് നിൽക്കുന്നത്, ആ ജ്വലനത്തിൽ, ആ ജ്വാലയിൽ ഏതെല്ലാം ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഫലം നിറഞ്ഞ സഞ്ചിത കർമ്മം മുഴുവനും ആ ജ്ഞാനാഗ്നിയാൽ ഭസ്മമായി പോകും. ആരിൽ? ആരുടെ ശ്രദ്ധയാണോ അതിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. സദാശിവമായിരിക്കണം. സദാശിവം എന്ന് പറഞ്ഞാൽ എന്താ? തന്നിലെ താൻ, അതാണ് ശിവം, സദാശിവം. സ്ത്രീകൾ വിചാരിക്കും സ്ത്രീകളെ സദാശിവം എന്ന് പറയാമോ? പിന്നെന്ത്? സ്ത്രീകളും സദാശിവമാണ്. ശിവം നാമരൂപധാരിയല്ല, ശിവം മംഗളസ്വരൂപം.
നിങ്ങളുടെ ശരീരത്തിൽ ഏതൊന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ശവമാകാതിരിക്കുന്നത്, ദാറ്റ് ഈസ് ശിവം, മംഗളസ്വരൂപം. അതാണ് താൻ എന്ന് ആരാണോ സദാ ഭാവന ചെയ്യുന്നത്, അതാണ് സദാശിവധാരണ, സദാശിവഭാവം. ആർക്കുമാകാം. അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. ആർക്കും സദാശിവനായിരിക്കാം. സദാശിവൻ, ശിവൻ എന്ന് പറയുന്നത് സ്ത്രീയുമാണ് പുരുഷനുമാണ്. അതുകൊണ്ടാണ് അതിന് അർദ്ധനാരീശ്വരത്വം കൽപ്പിച്ചിരിക്കുന്നത്. സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ഒരു രൂപം കൽപ്പന ചെയ്തിട്ടില്ലേ, അത് സ്ത്രീയുമാണ് പുരുഷനുമാണ്. സദാശിവഭാവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തന്നിലെ താനായിരിക്കുന്ന നില, തന്നിലെ താൻ, ആ ഭാവം ആരിലാണോ അതാണ് ജ്വലിച്ചു നിൽക്കേണ്ടത്. ആ ജ്വാലയിലാണ് ഇതപര്യന്തം എത്ര ജന്മങ്ങളിലൂടെ നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിച്ച് തീർന്നിട്ടില്ലാത്ത ഫല സഞ്ചയം മുഴുവനും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. സഞ്ചിത കർമ്മം അത് തീരാത്തിടത്തോളം കാലം ജനിക്കുക മരിക്കുക അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഈ സഞ്ചിത കർമ്മം മുഴുവനും ദഹിച്ചു പോകണം, ഇല്ലാതാകണം. ജ്ഞാനമാകുന്ന ജ്വാലയിൽ മാത്രമേ അത് ദഹിക്കുകയുള്ളൂ. നോക്കൂ, ജ്ഞാനാഗ്നിയുടെ വൈഭവം, ജ്ഞാനയോഗത്തിൻ്റെ വൈഭവം വേറൊന്നുകൊണ്ടും പറ്റുന്നില്ല. കർമ്മയോഗം കൊണ്ടോ ഭക്തിയോഗം കൊണ്ടോ ഒന്നും അത് നശിക്കില്ല. ഭക്തിയോഗം കൊണ്ട് ഭഗവാൻ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കും. അതുകൊണ്ടൊന്നും നശിക്കില്ല. കർമ്മയോഗത്തിലൂടെ നമുക്ക് നേടുന്നത് ചിത്തശുദ്ധി മാത്രം. ആ ജ്ഞാനാഗ്നിയിൽ ഈ സഞ്ചിത കർമ്മം മുഴുവനും ദഹിച്ചു പോകണം. എങ്ങനെയാണ് ദഹിച്ചു പോകേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ തന്നിലെ താനാകുന്ന അഗ്നിയെ വളർത്തിയാൽ മാത്രം മതി, ജ്വലിപ്പിച്ചാൽ മാത്രം മതി. ആ ഭാവത്തിൽ നിങ്ങളെ നിലനിർത്തിയാൽ മാത്രം മതി. ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താൻ ആണ് എന്ന് അറിഞ്ഞ് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ജ്ഞാനാഗ്നിയുടെ ജ്വലനം. സ്വാമിക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ ഇതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ എന്നൊന്നും ചിന്തിക്കണ്ട, അല്ലേ? എന്തെങ്കിലും പൈസ കൊടുത്ത് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനൊന്നും സാധ്യമല്ല. ഏതൊരാളാണോ സ്വയം ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ജ്വലനം. അത് വേറെ ആർക്കും ഒന്നും ചെയ്യാനുമില്ല, ഗുരുവിനൊന്നും ചെയ്യാനൊക്കില്ല, അവരവർ തന്നെ. അതാണ് ഉദ്ധരേദാത്മനാത്മാനം, ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? ഉദ്ധരേദാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉയർത്തണം. അവനവൻ തന്നെ അവനവൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നെക്കുറിച്ച് ബോധവാനായി ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ജ്ഞാനാഗ്നിയുടെ ജ്വലനം. ആരിലാണോ ഇത് നിരന്തരമായിട്ട് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ ഇതപര്യന്തം എത്രയെത്ര ജന്മങ്ങളിലൂടെ ആർജിച്ചിട്ടുള്ള സഞ്ചിത കർമ്മങ്ങൾ മുഴുവനും ദഹിച്ചു പോകും. ആരിൽ? നിരന്തരമായിട്ട് ജ്വലനം നടക്കുന്നവരിൽ. നാരായണ ഗുരുദേവൻ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ ജ്വലനം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്ന സന്ദർഭത്തിൽ അതുമായിട്ട് തന്നിലെ താനുമായിട്ട് യോജിച്ചു. ഇനി പുനർജന്മമില്ല, തന്നിലെ താനുമായിട്ട് ഏകീഭവിച്ചു. അതാണ് യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? ഇതറിയുന്നവൻ, ഈ കേട്ട കാര്യങ്ങൾ അറിയുന്നവൻ.
തന്നിലെ താനായിട്ട് ആരാണോ തന്നെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അവന് നാമവുമില്ല രൂപവുമില്ല. തന്നിലെ താൻ നാമവുമില്ല രൂപവുമില്ല. അതാണ് യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി. സമുദ്രം ഏത്? സച്ചിദാനന്ദ സാഗരം, ആ ബ്രഹ്മസാഗരം, തന്നിലെ താനാകുന്ന സാഗരം. അതിലേക്ക് ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ഒഴുകി വന്നു ചേരണം. അതാണ് യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. ഞാൻ ഭാവത്തിലിരുന്നപ്പോൾ നിങ്ങൾക്ക് നാമവും രൂപവുമൊക്കെ ഉണ്ട്. താൻ ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ നാമവും രൂപവും വെടിഞ്ഞ് തന്നിലെ താൻ ഭാവത്തിൽ നിങ്ങൾ സ്ഥിരപ്പെട്ട് നിരന്തരമായിട്ട് ആ ഭാവത്തെ ബലപ്പെടുത്തണം. ഈട്ടിത്തടിയുടെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ അതിന് കാലമെടുക്കും. കാലേനാത്മനി വിന്ദതി. ഒറ്റ ദിവസം കൊണ്ടൊന്നും ആകില്ല, ജീവിതകാലം മുഴുവനും. അല്ലേ? നാരായണ ഗുരുദേവനൊക്കെ ജീവിതകാലം മുഴുവനും ആ ഭാവത്തിൽ തന്നെ ഇരുന്നു. ചട്ടമ്പിസ്വാമികൾ ആ ഭാവത്തിൽ തന്നെ ഇരുന്നു. രാമകൃഷ്ണദേവൻ ആ ഭാവത്തിൽ തന്നെ ഇരുന്നു. രമണ മഹർഷി ആ ഭാവത്തിൽ തന്നെ ഇരുന്നു. ആ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് അവർ ആളുകളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. നാരായണ ഗുരുദേവൻ നടന്നുപദേശിച്ചു കൊണ്ടിരുന്നു. രമണ മഹർഷി ഇരുന്നുപദേശിച്ചു കൊണ്ടിരുന്നു. രമണ മഹർഷി അവിടെ തിരുവണ്ണാമലയിൽ. അദ്ദേഹം ജ്ഞാനം മാത്രം, പൂർണ്ണജ്ഞാനം മാത്രം. അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ അറിവിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ എപ്പോഴും ശിവോഹം 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 എന്ന മന്ത്രം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, എന്താ ഭാവം? ശിവോഹം 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 എന്ന് പറയുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നാണ് ആ ശിവോഹം എന്ന മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഭാവം. ഇല്ലാതെ വെറുതെ ചുവോകം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ആ ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം ശിവം. ശിവ അഹം, അതാണ് ശിവോഹം. അല്ലെങ്കിൽ സോഹം സഹ അഹം, അതാണ് ഞാൻ, അവനാണ് ഞാൻ. ഏത് അവൻ? ആ നാമരൂപരഹിതമായ അവൻ, ആ ശിവം അല്ലെങ്കിൽ ശിവൻ. അവന് നാമരൂപമൊന്നുമില്ല. സഹ അഹം സോഹം ശിവോഹം സോഹം. ആ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ആ ശിവം എന്ന് പറയുമ്പോൾ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന ശിവനെ അല്ല നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. ശിവം മംഗളസ്വരൂപം, സാക്ഷിസ്വരൂപം. ആ ഭാവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സദാ ജ്വലിച്ച് നിൽക്കാൻ നിങ്ങൾ അവസരമൊരുക്കണം. അവസരമൊരുക്കണം. ഈ ജന്മത്തെ പാഴാക്കി കളയരുത്. ഏത് നിമിഷവും തട്ടിപ്പോകാം. അതിനു മുൻപ് ഇനി ജന്മമുണ്ടാകാത്ത നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ